Calicut University first semester BCom FIUGP മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതാണ്. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഇനി ഹെൽപ്പ് ടു ക്രിയേറ്റ് സൗണ്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള, ദറ്റ് മീൻസ് ഗുഡ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ടു എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ. അതായത് ഇവിടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ബെനഫിറ്റും ആൻഡ് മിനിമം കോസ്റ്റും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ബെനഫിറ്റ് നമുക്ക് കിട്ടും, ബട്ട് അതിന് ചിലവ് വരുന്നത് എത്രയേ പാടുള്ളൂ? മിനിമം കോസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം ബെനഫിറ്റ് കിട്ടുന്ന രീതിയിൽ, മിനിമം കോസ്റ്റ് വരുന്ന രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസിനെയും ആൻഡ് മെറ്റീരിയൽസിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു എൻഷുർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു ഓർഗനൈസേഷനിൽ ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് എക്കണോമിക്കലായിട്ടും എവിടെയാണ് ആ ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ആ സൊസൈറ്റിയിലുള്ള ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും അല്ലേ. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ എ മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്ട്. നമ്മൾ ഒപ്റ്റിമം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്ട്, അതിനെയാണ് നമ്മളിവിടെ ഒപ്റ്റിമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒപ്റ്റിമം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോൾ ബിസിനസ് മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. സോ ഈ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽസിനെയൊക്കെ നല്ല രീതിയിൽ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ടു പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു സൊസൈറ്റീസിൻ്റെ വെൽഫെയറൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻസ് ആൻഡ് വിഷൻ ടു ആൻ എൻ്റർപ്രൈസസ്. മാനേജ്മെൻറ്റ് ഒരു എൻ്റർപ്രൈസസിന് ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻസ്, വിഷൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസിൽ വരുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്നുള്ളതാണ്. സ്കോപ്പ് മീൻസ് വ്യാപ്തി. അപ്പോൾ ഫസ്റ്റ് വൺ സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റും ഒന്ന് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റും. ഈ സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡിറക്റ്റിങ്, കൺട്രോളിങ്, അത് സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആക്ച്വലി മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആയിരുന്നു ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഫീസ് മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ എന്തെന്ന് പറയാം? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് ഡീൽസ് വിത്ത് ഫൈൻഡിങ് ഔട്ട് ഓഫ് വേരിയസ് സോഴ്സസ് ഫോർ റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻസ്. നമ്മൾ ഫൈൻഡ് ചെയ്യാണ്. അതായത് നമുക്ക് ഫണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഫണ്ട് റേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയസ് സോഴ്സസിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുകയും ആൻഡ് അതിനെ എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത് എന്താ? ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ.
ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത് പ്രധാനമായിട്ടും ആ പേഴ്സണൽ എന്നുള്ളത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അവരുടെ സെലക്ഷന്, യൂട്ടിലൈസേഷന് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക ആൻഡ് ഓൾസോ എന്ത് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഓർഗനൈസേഷന് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. വാട്ട് ഈസ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്? ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും ആൻഡ് മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യുന്നതും ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവുന്നത്. മെറ്റീരിയൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ആണ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലൂടെ പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റ് റിലേറ്റ്സ് വിത്ത് പ്രൊഡക്ഷൻ പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ഇൻസ്പെക്ഷൻ, പ്രൊഡക്ഷൻ കൺട്രോൾ എക്സെട്ര ആൾ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. എന്താണ് മാർക്കറ്റിംഗ് മാനേജിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഗുഡ്സും സർവീസസും മാർക്കറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൈസ് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് റിസർച്ച്, സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര ആർ ഇൻവോൾവ് ഇൻ ദ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒരു ഗുഡ്സിൻ്റെയും സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതിന് മേ ബി നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ, സെയിൽസ് പ്രൊമോഷൻസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ ഓഫീസ് മാനേജ്മെൻറ്റ്, ഓഫീസ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഓഫീസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓഫീസ് ലേഔട്ട്, ഓഫീസ് സ്റ്റാഫിങ്, എക്യുപ്മെൻറ്റ് ഓഫ് ഓഫീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഫീസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ബിൽഡിംഗ് ആവട്ടെ, പ്ലാന്റ് ആവട്ടെ, മെഷീനറി ആവട്ടെ, ഇതൊക്കെ നല്ലൊരു പ്രോപ്പർ കെയർ ആൻഡ് മെയിൻ്റനൻസിലൂടെ വേണം നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ഫോർ ദ ലോങ്, ബിക്കോസ് എന്താ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് റണ്ണിലോട്ട് ഉള്ളതാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് ഇന്ന് മാത്രം യൂസ് ചെയ്താൽ പോരാ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീനറി അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് തന്നെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ദെൻ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇറ്റ് ഇൻക്ലൂഡ് പാക്കിംഗ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ബൈ റെയിൽ, റോഡ്, എയർ. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പാക്ക് ചെയ്യണം ആൻഡ് ഓൾസോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവിടെ വെയർഹൗസിൽ കീപ്പ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ആ ട്രാൻസ്പോർട്ടേഷൻ മേ ബി ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്യുക, റെയിൽ സെലക്ട് ചെയ്യാം, എയർ സെലക്ട് ചെയ്യാം, റോഡ് സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്ന് പറയുന്നത് ഫോർ എഫക്റ്റീവ് അപ്ലിക്കേഷൻ ദ മാനേജ്മെൻറ്റ് ആസ് എ സെപ്പറേറ്റ് discipline accepts ideas and concepts from other disciplines like economics, mathematics, commerce, statistics, history അല്ലേ. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്നുള്ളത് അല്ലേ. അതായത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ബിക്കോസ് എന്താ, ഇതിൽ നിന്ന് ഒരുപാട് ഡിസിപ്ലിൻസിൽ നിന്നും ഇത് ഒരുപാട് ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്കണോമിക്സ് ആവട്ടെ ആൻഡ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആവട്ടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് സബ്ജക്റ്റിൽ നിന്ന്, കൊമേഴ്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഇതിൽ നിന്നെല്ലാം മാനേജ്മെൻറ്റ് ഒരുപാട് നോളജ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് കോൺസെപ്റ്റും ഐഡിയാസൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൽ വരുന്നത് ഇത് നമുക്ക് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ. യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഇതിന് സാധ്യമാണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മലയാളത്തിൽ വരുന്നത് സാർവത്രികമായിട്ട് എന്നുള്ളതാണ്. സാർവത്രികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫീൽഡിലാണെങ്കിലും, നോട്ട് ഓൺലി ഫോർ ദ ബിസിനസ് ബട്ട് ആൾസോ ഇൻ എവറി ഫീൽഡ് ഓഫ് ദ വേൾഡ് അല്ലേ. എല്ലാ ഫീൽഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ആ ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഒരു ഫീൽഡിലും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഓൾ ഫീൽഡ്, അതാണ് എന്ത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. Then we are moving next topic, that is functions of management. എന്താണ് functions of management, എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത് അല്ലേ. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്,
പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് ആൾസോ കൺട്രോളിങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ? 5 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിനുള്ളത്. അതാണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ആൻഡ് അതുപോലെ തന്നെ കൺട്രോളിങ്ങും അല്ലേ? ഈ 5 ഫങ്ഷൻസ് ആണുള്ളത്. ഇത് കൂടാതെ നമുക്ക് നൽകിയിട്ടുള്ളതാണ് ഈ ലീഡിങ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഇതെല്ലാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ എന്താണ് പ്ലാനിങ്? ഫസ്റ്റ് പോയിന്റിലോട്ട് പോവാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it involves deciding in advance what to do, when to do it, where to do it, how to do it, who is to do it, and how the result are to be evaluated. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? ആരാണ് ഇത് ചെയ്യുന്നത്, ആര് ചെയ്യണം, ആൻഡ് അതുപോലെ തന്നെ എപ്പോൾ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം, ഓക്കെ എങ്ങനെ ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം, ഓക്കെ എന്ത് ചെയ്യണം, ആൻഡ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗ ടു ഇവലുവേറ്റ് ദ റിസൾട്ട്, എങ്ങനെ ഈ റിസൾട്ടിനെ ഇവലുവേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്ലാനിങ്ങിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഓക്കെ, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ലേ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ഫങ്ഷൻസ് ഒന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്നും ടൂർ പോവുകയാണെന്ന് കരുതുക. നമ്മൾ കോളേജിൽ നിന്ന് എന്ത് ചെയ്യാണ്? ടൂർ പോവാണ് കേട്ടോ. അപ്പോൾ ടൂർ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ തീരുമാനിക്കുക? ആദ്യം നമ്മൾ എന്ത് തീരുമാനിക്കണം? പ്ലേസ് തീരുമാനിക്കണം അല്ലേ? അപ്പോൾ പ്ലേസ് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റുഡൻസും ചേർന്നിട്ട് പ്ലാൻ ചെയ്യും അല്ലേ? ഏത് പ്ലേസിലോട്ട് പോകണം എന്നുള്ളത് നമ്മളിവിടെ പ്ലാൻ ചെയ്യൂലേ? പ്ലാൻ ചെയ്യും. ക്ലിക്കായാലോ പ്ലാൻ ചെയ്യും. അതാണ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കും ഏത് പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് പ്ലാനിങ്ങിൽ വരിക. ദെൻ പ്ലേസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ചെയ്യും. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ ചെയ്യും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളെ, കുറച്ച് സ്റ്റുഡൻസിനെ, 1, 2, 3 സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എവിടേക്ക് പോകണം എന്നുള്ള കാര്യം നമ്മളവിടെ പ്ലാൻ ചെയ്തു, നമ്മൾ തീരുമാനിച്ചു. നമുക്ക് ഒരു ഡൽഹി വരെ പോയി വരാം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 8, 7, 5, 6 എത്രയും കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്തു എന്ന് കരുതാം. ഓക്കെ, അവർക്ക് നമ്മൾ ഇതിൻ്റെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൊടുക്കും. എവിടെ പോകണം, എത്ര പേര് വരണം, ആൻഡ് ഏത് വാഹനത്തിൽ പോകണം, എത്ര സീറ്റുള്ള വാഹനം ബുക്ക് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്കൊരു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരു റേറ്റ് കൊടുക്കുകയാണ്. എന്തിനാണ് റേറ്റ് കൊടുക്കണേ? ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ? കമാൻഡ് ചെയ്യാനുള്ള റേറ്റ് അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ചുമതലയാണ് അല്ലേ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഗൈഡ് ലൈൻസ് അല്ലേ? അവിടെ നമ്മൾ കുറച്ച് ചുമതലകൾ നമ്മൾ എടുക്കുന്നതിനെയാണ് ഏറ്റെടുക്കുന്ന നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെയാണ് ഉത്തരവാദിത്തം എന്ന് പറയുക അല്ലേ? ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്യും അല്ലേ? കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ അതിന് സെലക്ട് ചെയ്യും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഹാവ് ടു ബി ഓർഗനൈസ്ഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതിന് ശേഷം അവർ എന്ത് ചെയ്യും? നമ്മൾ ഓർഗനൈസ് ചെയ്യും കുറച്ച് പീപ്പിൾസിനെ ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ നമ്മൾ എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തു, ആൻഡ് ആ കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ? എങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ? ഓർഗനൈസിങ് വരെ നമ്മളെത്തി. ദെൻ ഇങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്ത് പ്ലാനിങ് മാത്രം നടത്തിയോണ്ട് മാത്രം കാര്യമില്ല. അതിലോട്ട് സ്റ്റുഡൻസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ട്രിപ്പ് മുന്നോട്ട് പോകാൻ പറ്റുമോ, നമുക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാഫിങ് അവിടെ നടക്കുന്നത് അതാണ്. സ്റ്റാഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ടൈമിൽ റൈറ്റ് പൊസിഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ടൂർ പോകുന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും കുറച്ച് ഒരു ടൈമിൽ, ഒരു റൈറ്റ് ടൈമിൽ തന്നെ അവരുണ്ടോ, വരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലക്കാരോട് പറയേണ്ടതായിട്ട് വരില്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ അവരെ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺസിന് റൈറ്റ് പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയാം. ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഇല്ലാതെ നമുക്ക് ആ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മാത്രമല്ല അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് റിക്രൂട്ട്മെൻറ്റും മാൻ പവർ പ്ലാനിങ്ങും ഒക്കെ ഈ ഒരു സ്റ്റാഫിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ദെൻ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫിങ്ങും ചെയ്തു. ഇനി നമ്മൾ അവർക്ക് അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമ്മളിപ്പോൾ ടൂറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടോ. ടൂറിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തു, പ്ലേസ് ഡിസൈഡായി, ആൻഡ് അതിനാവശ്യമായിട്ട് കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, ആൻഡ് സ്റ്റാഫിങ് അല്ലേ, കുട്ടികളൊക്കെ വന്നു, അതിലോട്ട് ടൂറിന് ആവശ്യമായിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എപ്പോൾ അവർ കോളേജിൽ എത്തണം അല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് അവർക്ക് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കാര്യങ്ങളും കൊടുത്തെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യുള്ളൂ അല്ലേ, കറക്റ്റ് ടൈമിൽ മക്കൾ സ്കൂളിലെത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. ദെൻ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു 4 ഫങ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നെന്താണ്? കൺട്രോളിംഗ് ആണ്. ഇതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് മക്കളെ. ബട്ട് നമ്മൾ ബേസിക്കായിട്ടൊരു 5 ഫങ്ഷൻസ് പറയാറുണ്ട്. അതിൽ വരുന്ന പിന്നെ ഒന്ന് കൺട്രോളിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് നിന്നിട്ടുള്ള മറ്റ് ഫങ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ലീഡിങ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ലീഡിങ്ങിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ്. ഓക്കെ, ലീഡർഷിപ്പ്. അപ്പോൾ ഒരു മാനേജർക്ക് എന്തുണ്ടായിരിക്കണം? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നേതൃത്വം അല്ലേ. നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളവിടെ നേതൃത്വം വഹിക്കാം. നമ്മുടെ ആ ഒരു ഫീൽഡിലുള്ള ഇപ്പോൾ ക്ലാസ്സിലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങളുടെ റപ്പ് അല്ലേ, എന്താ നിങ്ങൾക്കറിയാം? നിങ്ങളെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ക്ലാസ്സിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക. ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഡിസിപ്ലിനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലേ. അതാണ് ലീഡർഷിപ്പിൽ വരുന്നത് അല്ലേ. ഒരു നേതൃത്വം വഹിക്കണം അവിടെ. ഇപ്പോൾ മാനേജർ ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കഴിവുകളാണ് ഫോർസൈറ്റ്, ഡ്രൈവ്, ഇനിഷ്യേറ്റീവ്, സെൽഫ് കോൺഫിഡൻസ്, പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി എക്സെട്ര. ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നമ്മുടെ ആർക്കുണ്ടായിരിക്കും? മാനേജർക്ക് ഉണ്ടായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? അതിൽ മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻഫർമേഷനും. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻഫർമേഷനും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 2 വ്യക്തികൾ തമ്മിൽ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാണ്, അവർക്കുള്ള നോളജ് ഷെയർ ചെയ്യാണ്. അതാണ് കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ 90% പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതും കമ്മ്യൂണിക്കേഷനാണ്. നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ബട്ട് ആൾസോ ഇൻ അവർ പേഴ്സണൽ ലൈഫ് കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറച്ചിലാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് അനദർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റുഡൻസിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ആൻഡ് ആൾസോ എംപ്ലോയീസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഒരേ ദിവസം നമ്മൾ ഡെയിലി ഒരേ റൂട്ടീൻ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു വെറുപ്പ് വരും അല്ലേ. സോ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ ദിവസവും സെയിം സാലറിയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും? അവരിലൊരു ഒരു എന്താ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. സോ അത് കാരണം നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക? എന്തെങ്കിലും ഇൻസെൻറ്റീവ് ആയിട്ടല്ലേ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അഡീഷൻ ടു ദെയർ സാലറി, അവരുടെ സാലറിനേക്കാൾ നമ്മൾ എന്തെങ്കിലും അഡീഷനായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. സോ അതാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. വല്ല ബോണസ് ആയിട്ടോ ഒക്കെ അവർക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും നമ്മൾ സ്ഥാപനത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതെന്താവും? ഒരു മോട്ടിവേഷനാവും. ആ മോട്ടിവേഷൻ അവരെന്തിലോട്ട് നയിക്കും? ഒന്നുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങി ഫസ്റ്റ് പൊസിഷനിൽ എത്തുന്ന കുട്ടിക്ക് ഇത്ര രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അല്ലേ. സോ അതുപോലെ തന്നെ എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിലും ആരാണോ ഫസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള ബോണസ് ഉണ്ട്. അല്ലെങ്കിൽ ആരാണോ ഓവർ ടൈം ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനുള്ള ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഓവർ ടൈം പണിയെടുപ്പിക്കുകയും ചെയ്യുക. അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈ ആവും. അങ്ങനെ അവർ ഡിസാറ്റിസ്ഫാക്ഷൻ അവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിലോട്ട് നയിക്കും? അവർ എന്ത് ചെയ്യും? ടേൺ ഓവർ, അല്ലെങ്കിൽ അവരവിടുന്ന് എന്ത് ചെയ്യാൻ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആബ്സെൻറ്റിസം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എംപ്ലോയീസിനെ മാക്സിമം റിട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല അവരെ പ്രൊഡക്റ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടൂടെ നമ്മൾ ശ്രമിക്കണം. സോ മോട്ടിവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുന്നതാണ്. ഇത് നമ്മൾ പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂപ്പർവൈസറും മാനേജറും ചെയ്യുന്ന ജോബാണ് ആക്ച്വലി സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അല്ലേ. സൂപ്പർവൈസറും മാനേജറും ചെയ്യുന്നൊരു ജോബാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് തന്നെയാണ്.
അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് പ്രകാരം അവിടെ കാര്യങ്ങളും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുക. അതാണ് ആര് ചെക്ക് ചെയ്യുന്നത്, സൂപ്പർവൈസർ ചെക്ക് ചെയ്യുക. അങ്ങനെ സൂപ്പർവൈസർ ചെക്ക് ചെയ്യുകയും ആൻഡ് ദർ ഈസ് എനി ഡീവിയേഷൻസ് ഓർ എനി വേരിയേഷൻസ് അവരതെന്ത് ചെയ്യും, റെക്ടിഫൈ ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അല്ലേ, ഇൻറ്റിഗ്രേഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർഡിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ അച്ചീവിങ് ഗോൾസ് ത്രൂ കളക്റ്റീവ് എഫേർട്ട്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എംപ്ലോയീസ് തമ്മിൽ തന്നെ പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവർ തമ്മിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കോർഡിനേഷൻ, നല്ലൊരു കോപ്പറേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പ്രൊഡക്ടിവിറ്റി കൂടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കോർഡിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന കോർഡിനേഷൻസ് ആണ് വെർട്ടിക്കൽ കോർഡിനേഷൻ, ഹൊറിസോണ്ടൽ കോർഡിനേഷൻ ആൻഡ് ഇന്റേണൽ കോർഡിനേഷൻ, external coordination, vertical coordination, horizontal coordination, internal coordination and external coordination. ഇത്രയും കോർഡിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ കോർഡിനേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ കോർഡിനേഷൻ കേട്ടോ. വെർട്ടിക്കൽ കോർഡിനേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കോർഡിനേഷൻ തമ്മിൽ നടക്കുന്നത്, കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് തമ്മിലുള്ള കോർഡിനേഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു, വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിഫറെൻറ്റ് ലെവൽസിലുള്ള കോർഡിനേഷൻ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എത്ര ലെവൽസ് ആണുള്ളത്, 3 ലെവൽസ് ഉണ്ട് അല്ലേ. ഇതെന്താണ്, ഇത് ടോപ്പ് ലെവലാണ്, ആൻഡ് ഇത് മിഡിൽ ലെവലാണ്, ആൻഡ് ഇത് ലോവർ ലെവലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലോവർ ലെവലും മിഡിൽ ലെവലും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുക, വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ കോർഡിനേഷൻ ആണ് നമ്മൾ നോക്കുക. ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം ലെവൽസ് തമ്മിലുള്ള കോർഡിനേഷനാണ്. ഓരോ ലെവൽസ് ഉണ്ട് അല്ലേ, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അല്ലേ, ആ സെയിം ലെവൽസിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കോർഡിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ കോർഡിനേഷനും എക്സ്റ്റേണൽ കോർഡിനേഷനും ഉണ്ട്. ഇൻറ്റേർണൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കോർഡിനേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവുക, എംപ്ലോയീസും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ എംപ്ലോയീസ് തമ്മിലുള്ള ആ ഒരു കോർഡിനേഷനൊക്കെ നമ്മൾ എന്തെന്ന് പറയും, ഇൻറ്റേർണൽ കോർഡിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള കോർഡിനേഷനെയാണ്. മേ ബി സൊസൈറ്റി ആവാം, കസ്റ്റമേഴ്സ് ആവാം അല്ലേ, പബ്ലിക് ആവാം, ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷനെയാണ് എന്ത് പറയുക, എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറയുക. ദെൻ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം പ്ലാൻ ചെയ്യുന്നത് പ്രകാരം തന്നെയാണോ വർക്ക്സ് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് അല്ലേ കൺട്രോളിങ് എന്ന് പറയുക. ഇപ്പോൾ അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ടേക്ക് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യും, നല്ല രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. According to Georgia Terry, control is the process of determining what is to be accomplished, what is being accomplished, evaluating the performance and if necessary applying the corrective measures. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റാൻഡേർഡ് എന്ന് പറയുക. നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നോക്കുന്നത് ഈ എന്താണ് നമ്മൾ ആക്ച്വലി അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ളത്, എന്താണ് നമ്മൾ ആക്ച്വലി നേടിയിട്ടുള്ളത് നമ്മൾ നോക്കും. എന്നിട്ട് അവിടെ പെർഫോമൻസ് ഒക്കെ ഇവലുവേറ്റ് ചെയ്യും. അതിൽ എന്തെങ്കിലും വേരിയേഷൻസോ ഡീവിയേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് ടേക്ക് ചെയ്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ് ആണ് ഫസ്റ്റ് പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ കൺട്രോളിംഗ് ആണ് എന്തെന്ന് പറയാം, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺട്രോളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് പ്ലാനിങ് ആൻഡ് പ്ലാനിങ് ഈസ് മീൻലെസ് വിത്തൗട്ട് കൺട്രോൾ അല്ലേ. കൺട്രോൾ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാനിങ് ഉണ്ടെങ്കിലേ കൺട്രോളിങ് നടക്കുള്ളൂ, കൺട്രോളിങ് ഉണ്ടെങ്കിലേ പ്ലാനിങ്ങും നടക്കുള്ളൂ. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. കൺട്രോൾ ഈസ് എ ലൈൻ ഫംഗ്ഷൻ ആൻഡ് എക്സിക്യൂട്ടഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ്ലി അസസ് ദ പെർഫോമൻസ് ഓഫ് ദെയർ സബോർഡിനേറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതെല്ലാ ലെവലിലും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് അവർ സംഭവിക്കുന്നുണ്ട്, അവരെന്തെങ്കിലും റോങ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ കറക്റ്റീവായിട്ടുള്ള ഒരു മെഷേഴ്സ് അവിടെ ടേക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള വേയിൽ അവരെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് കൺട്രോളിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ലീഡിംഗ്, കമ്മ്യൂണിക്കേഷൻ,
മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മളെ പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇവലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം.